നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ കാക്കനാട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ DLF ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിയുടെ സർക്കാർ ഭൂമി കയ്യേറ്റത്തിനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. വിദേശത്ത് നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്നായി 1 കിലോ 81 ഗ്രാം സ്വർണം പിടികൂടി. ആലുവ ബാങ്ക് കവലയിലെ കടത്തുകടവ് സാമൂഹ്യ വിരുദ്ധരുടെ വികാര കേന്ദ്രമായി മാറുന്നതായി പരാതി. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് നഗരസഭാ കൗൺസിലർ. ആലുവ KMK ഹോസ്പിറ്റലിന് മുന്നിലുള്ള റോഡിൽ ടൈൽ തിരിച്ച് ഉയർത്തിയതിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത്. സ്വകാര്യ സ്ഥാപനത്തിനു വേണ്ടി പൊതുമരാമത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ആരോപണം. വരാപ്പുഴ പഞ്ചായത്തിലെ മണ്ണന്തുരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് തീരദേശ പരിപാലന നിയമം ലംഘിച്ച് പണിതതാണെന്ന ആരോപണം ഉയരുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സീപോർട്ട് എയർപോർട്ട് റോഡിനോട് ചേർന്ന് ഇപ്പോൾ DLF പുതിയ ഫ്ളാറ്റ് കെട്ടിട സമുച്ചയങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഒരു കാലത്ത് കെട്ടുവഞ്ചികൾ പോയിക്കൊണ്ടിരുന്ന കടമ്പ്രയാറിന്റെ പോഷക തോടിന് മുകളിലാണെന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? ഫ്ളാറ്റിനടുത്തായി താമസിക്കുന്ന ദർശൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ റവന്യൂ അധികൃതർക്ക് നൽകിയ ഹർജികൾ എവിടെ? 2008 മുതൽ നിരന്തരം ആറിന്റെയും തോടിന്റെയും തനിമ നിലനിർത്തുവാൻ ഈ സ്ഥലവാസികൾ ശ്രമം ആരംഭിച്ചിട്ട് 30 മീറ്റർ വീതിയുള്ള പുഴ ഈ കയ്യേറ്റ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി കാക്കനാട് വില്ലേജ് ഓഫീസർ മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇവിടെ ഫ്ളാറ്റ് നിർമ്മിക്കുവാൻ അനുമതി നൽകുമ്പോൾ കടമ്പ്രയാറിന്റെ പുറംപോക്കിൽ കയ്യേറ്റമുണ്ടെന്ന് ജലസേചന വകുപ്പ് തൃക്കാക്കര നഗരസഭ അധികൃതരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ കയ്യേറ്റമില്ലെന്നാണ് അന്നത്തെ RDO റിപ്പോർട്ട് നൽകിയത്. 2012 ജൂലൈ 27 വയലുകൾ നികത്തി കെട്ടിട സമുച്ചയങ്ങൾ പണിയുന്നുവെന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ റവന്യൂ കമ്മീഷണർ TO സൂരജ് ഉൾപ്പെടെ ഉന്നത സംഘം ആദ്യം മിന്നൽ പരിശോധന നടത്തിയത് DLF കയ്യേറിയ വയലിലേക്കായിരുന്നു. ഇവിടെ ക്രമക്കേടുകൾ ഉണ്ടെന്ന് രേഖകൾ പരിശോധിച്ച് കണ്ടെത്തിയ മന്ത്രി ഒരാഴ്ചക്കകം നികത്ത് പ്രദേശങ്ങളുടെ രേഖകൾ ഹാജരാക്കുവാൻ കളക്ടറോട് ആവശ്യപ്പെട്ടു. തോട് കയ്യേറ്റം രേഖകളിൽ അനധികൃതമായി വയലുകൾ പുരയിടമാക്കിയ പ്രദേശമാകവെ മന്ത്രി ചുറ്റി നടന്ന് കണ്ടു. പിന്നീട് എന്തുണ്ടായി? ഇപ്പോഴും ഒരു തടസ്സവുമില്ലാതെ അനധികൃത കെട്ടിട നിർമ്മാണം തകൃതിയായി നടക്കുന്നു. റോഡരികിലെ സ്ഥലം കൈവശപ്പെടുത്തിയതിനു പുറമെ ദർശൻ നഗറിലൂടെ ഒഴുകിയിരുന്ന കാരച്ചാൽ തോടും ഇവർ കൈവശപ്പെടുത്തി. സിവിൽ സ്റ്റേഷന് തെക്കുവശത്തുള്ള വാടാച്ചിറ കുളത്തു നിന്നും വെള്ളമൊഴുകി കടമ്പ്രയാറിലേക്ക് പോകുന്നതും ഈ ചാല് വഴിയാണ്. ഇതിന്റെ രണ്ടിന്റെയും മുഖം ചേരുന്ന ഭാഗത്തെ പ്രകൃതിജന്യമായ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കുഴലിലൂടെ വെള്ളം DLF കമ്പനി തിരിച്ചുവിട്ടു. ഫലമോ ദർശൻ നഗറിലെ വീടുകളിലെല്ലാം തന്നെ ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കയറി തുടങ്ങി. ഇതിനെതിരെ നിരവധി പരാതികൾ റവന്യൂ അധികൃതർക്ക് നൽകിയിട്ടും നടക്കാതെ വന്നപ്പോൾ ഒടുവിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കുളത്തിൽ നിന്നും വെള്ളമൊഴുകുന്ന ചാലുണ്ടെന്ന് ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷനും നിരീക്ഷിച്ചിരുന്നു. വേനൽക്കാലത്തും ഈ തോട്ടിൽ വെള്ളമുണ്ടാകും. എന്നാൽ DLF പറഞ്ഞത് ദർശൻ നഗർ നിവാസികൾക്ക് മലിനജലം ഒഴുക്കുവാനുള്ള കാനയാണെന്നാണ്. 2012 അന്നത്തെ കളക്ടറായിരുന്ന ഷെയ്ഖ് ഫരീദും പറഞ്ഞത് ഇത് ഓടയല്ല, ശുദ്ധജലം ഒഴുകുന്ന തോടാണെന്നാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡും DMOയും തൃക്കാക്കര നഗരസഭയും ഇതേ വർഷം തന്നെ ഈ തോട് പരിശോധിച്ചിട്ട് ശുദ്ധജലം ഒഴുകുന്ന തോടാണെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും ഈ പ്രകൃതിദത്തമായ തോട് വെട്ടിമാറ്റി 300 മീറ്റർ നീളത്തിൽ പൈപ്പിട്ട് തോടിന്റെ ഗതി തിരിച്ചുവിടാൻ ആരാണ് DLFന് അനുമതി നൽകിയത്? കെട്ടിട സമുച്ചയം നിർമ്മിക്കുവാൻ ആരാണ് അനുവാദം നൽകിയത്? റവന്യൂ ഉദ്യോഗസ്ഥരും നഗരസഭയും കൂടാതെ CPM കോൺഗ്രസ് അവിഹിത കൂട്ടുകെട്ടുമാണെന്നാണ് പിന്നാമ്പുറ കഥകൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിദേശത്ത് നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്നായി 31 ലക്ഷത്തിന്റെ സ്വർണം പിടികൂടി. കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം 2 യാത്രക്കാരിൽ നിന്ന് 1 കിലോ 81 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. പുലർച്ചെ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അബ്ദുൾ ഹസീബിന്റെ ബാഗിൽ റീചാർജ് ചെയ്യാവുന്ന LED ബൾബിന്റെ ബാറ്ററികൾക്കിടയിൽ ഒളിപ്പിച്ച 700 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് കണ്ടെടുത്തത്. എയർ ഏഷ്യ വിമാനത്തിൽ മലേഷ്യയിൽ നിന്നെത്തിയ തമിഴ്നാട് ശിവഗംഗ സ്വദേശി ഷൺമുഖം 381 ഗ്രാം തൂക്കം വരുന്ന 4 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കാലിൽ ധരിച്ചിരുന്ന സോക്സിനുള്ളിലാണ് കടത്തുവാൻ ശ്രമിച്ചത്. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരായ SAS നവാസ്, അഭിലാഷ് ശ്രീനിവാസൻ, സൂപ്രണ്ടുമാരായ KS ബിജുമോൻ, KX ലാൽഫി ജോസഫ്, G രമേഷ് കുമാർ, G രാജേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വർണം പിടികൂടിയത്. ആലുവ ബാങ്ക് കവലയിലെ കടത്തുകടവ് സാമൂഹ്യ വിരുദ്ധരുടെ വികാര കേന്ദ്രമാകുന്നതായി പരാതി. പരസ്യമായി മദ്യപിച്ച് പരിസരവാസികൾക്ക് ശല്യമുണ്ടാക്കുന്നവരെ പറ്റി പരാതിപ്പെട്ടിട്ടും പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നഗരസഭാ കൗൺസിലർ KV സരള പറഞ്ഞു. ആലുവ KMK ഹോസ്പിറ്റലിനടുത്തുള്ള കടത്തുകടവും തൊട്ടടുത്തായി കാടുപിടിച്ചു കിടക്കുന്ന സാംസ്കാരിക കേന്ദ്ര പരിസരവും രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും വികാര കേന്ദ്രമാണ്. മയക്കുമരുന്നും മദ്യവും പരസ്യമായി ഉപയോഗിക്കുന്ന ഇവരുടെ ബഹളം അയൽവാസികൾക്കും നാട്ടുകാർക്കും ശല്യവും ഭീതിയും വിതക്കുന്നു. ബന്ധപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ KV സരളയോട് നാട്ടുകാർ പരാതിപ്പെട്ടതനുസരിച്ച് അവർ DYSP മുതൽ താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കാറില്ല എന്ന ആരോപണമുണ്ട്. സാംസ്കാരിക കേന്ദ്രം യാതൊരു പരിപാടിക്കും ഉപയോഗിക്കാതെ കാട് പിടിച്ചു കിടക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് നാട്ടുകാരുടെ ദൃഷ്ടിയിൽപ്പെടാതെ താവളമടിക്കുവാൻ സൗകര്യമായി
വിശാലമായ കടവിലേക്ക് ആളുകൾക്ക് ചെല്ലാൻ തന്നെ ഭയമാണ്. എല്ലാത്തരം ദുർനടപ്പുകാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി പെരിയാറിൽ തീരത്തെ കടത്തുകടവ് നശിപ്പിക്കരുതെന്നാണ് പോലീസിനോട് നാട്ടുകാർക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കടവില് ഭയങ്കര അന്തരീക്ഷമാണ് വന്നുപെട്ടിട്ടുള്ളത്. ഈ വാർഡിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് 7 മണി കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു ഇതാണ് പ്രതീക്ഷ ഇതാണ്. അപ്പോൾ ഈ അടുത്ത വീട്ടിലെ പയ്യൻ രാത്രി കണ്ട കടവിലങ്ങനെ പോയപ്പോൾ കുറേ എണ്ണങ്ങൾ ഓടിച്ചിട്ടു. ഇപ്പം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കഞ്ചാവ് ഇഞ്ചക്ഷൻ ഇതൊക്കെ നടക്കട്ടെന്ന് മനസ്സിലായി. ഇന്നലെ കുറേ പേര് ഇവിടെ കൂടി നിന്നു. എന്നെ വിളിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞ് പോലീസിന് SP മുതൽ SI വരെ വിളിച്ചു. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് കഴിഞ്ഞ് എക്സൈസുകാരെ വിളിച്ചു. അവർക്ക് വണ്ടിയില്ല എന്നുള്ള ഇത് പറഞ്ഞു. പോലീസുകാർ വന്നിട്ട് നമ്മുടെ ബ്രില്യൻ്റ് കോളേജിൻ്റെ അവിടെ നിന്ന് ഈ പിള്ളേർ പോയതിന് ശേഷമാണ് അവരിവിടെ വരുന്നത്. എന്താണ് സംഭവം? എന്നാൽ അവിടെ ഇത്രയും പേരെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരോട് പോയി അന്വേഷിക്കുക എന്താ നിങ്ങൾ നിൽക്കണം എന്നുള്ള ഒരു ചോദ്യങ്ങളും ചോദിക്കാണ്ട് ഇവര് മറ്റവർ പോയി കഴിഞ്ഞപ്പോഴാണ് കടവ് നോക്കാൻ വന്നത്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടൊന്നും 2-3 പിള്ളേരുണ്ടായി. അവരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നുള്ള ഇതാണ്. ഇന്ന് രാവിലെ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്. അപ്പം ഇന്ന് ശക്തമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് SP-യുടെ ഓഫീസിലും SI-യൊക്കെ വിളിച്ചു പറഞ്ഞു. ഒരു കൊലപാതകം നടന്നാൽ പോലും ഇനി നിങ്ങളെ അറിയിക്കണ പരിപാടിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആലുവ KMK ഹോസ്പിറ്റലിന് മുന്നിലുള്ള റോഡിൽ ടൈൽ വിരിച്ച് ഉയർത്തിയതിനെ DYFI പ്രതിഷേധിച്ചു. ആശുപത്രി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാൻ മാത്രമുള്ള സൗകര്യത്തിന് പൊതുമുതൽ ദുരുപയോഗപ്പെടുത്തിയതായി പരാതി. ആലുവ ബാങ്ക് ജംഗ്ഷൻ വടക്കുഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലായി റോഡ് കോൺക്രീറ്റ് ടൈലുകൾ വിരിച്ചു ഉയർത്തിയത് നേരത്തെ വിവാദമായിരുന്നു. പരിസരത്തെ വീടുകളിലേക്ക് വെള്ളക്കെട്ടുണ്ടാവുന്നതായും തീർത്തും അനാവശ്യമായ ഒരു നിർമ്മാണ പ്രവർത്തനമായും പരാതി ഉയർന്നിരുന്നതാണ്. KMK ആശുപത്രിയിലെ വാഹനങ്ങൾക്കും അവിടെ വരുന്നവരുടെ വാഹനങ്ങൾക്കും മാത്രമായി ഒരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചു കൊടുത്തതാണ് എന്നും വാർഡ് കൗൺസിലർ പൊതുമുതൽ ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിന്നുമെന്നുമാണ് DYFI പ്രവർത്തകർ ആരോപിക്കുന്നത്. ആ ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടോ കുഴികളോ ഉണ്ടായിരുന്നില്ല. യാതൊരു ന്യായീകരണമില്ലാതെ കുറച്ചു ഭാഗം മാത്രം ടൈൽ വിരിച്ച് ഉയർത്തിക്കൊടുത്തതിൽ ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. PWD ഫണ്ട് ദുരുപയോഗം ചെയ്ത് അഴിമതി നടത്തിയ കൗൺസിലർക്കും PWD അധികൃതർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും DYFI ആവശ്യപ്പെടുമെന്നും അവർ അറിയിച്ചു. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അന്യായമായി കാർ പാർക്കിംഗ് അടക്കം സൗകര്യങ്ങളില്ലാതെയാണ് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായി എല്ലാ ദിവസങ്ങളിലും ഓരോ പ്രശ്നങ്ങളാണ് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ പാർക്കിംഗ് സൗകര്യം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ പല പദ്ധതികളും. ഇപ്പോൾ റോഡിൽ കല്ലിരിക്കുന്നതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് മാത്രം കേന്ദ്രീകരിച്ച് കല്ലിരിച്ച് ഹോസ്പിറ്റലിന് വേണ്ടി പാർക്കിംഗ് ഏരിയ ആകുന്ന രീതിയിലേക്കാണ് ഇവിടെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൗൺസിലറടക്കം ഇവിടുത്തെ PWD ഓഫീസർമാരടക്കം ചെയ്തിട്ടുള്ള ഈ അഴിമതി ഇതിൽ നിന്നും വ്യക്തമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. വരാപ്പുഴ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അകറ്റുന്നതിനായി മണ്ണന്തുരത്തിൽ നിർമ്മിച്ച വാട്ടർ ടാങ്ക് തീരദേശ പരിപാലന നിയമം ലംഘിച്ചാണെന്ന് ആക്ഷേപമുയരുന്നു. കടമക്കുടി ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി ജിഡയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുപ്പത്തറം പമ്പ് ഹൌസിൽ നിന്നും പമ്പ് ചെയ്യുന്ന ശുദ്ധജലം പാനായിക്കുളം കൊങ്ങോർപ്പള്ളി പുത്തൻപള്ളി വഴി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾ വഴി മണ്ണന്തുരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ടാങ്കിലെത്തിച്ചാണ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. പുഴയുടെ തീരത്ത് ഒരു സാധാരണക്കാരൻ വീട് നിർമ്മിക്കുവാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയാൽ ഉടൻ തീരദേശ പരിപാലന നിയമത്തിന്റെ പേര് പറഞ്ഞ അപേക്ഷ മടക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യാറുള്ളത്. കുടിവെള്ള പദ്ധതി പൊതുജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നിയമലംഘനം ആര് നടത്തിയാലും അത് തെറ്റാണെന്ന അഭിപ്രായമാണ് പൊതുജനങ്ങൾക്കുള്ളത്. എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി സമാപന സമ്മേളനം തുറമുഖ ഫിഷറീസ് എക്സൈസ് വകുപ്പ് മന്ത്രി K. ബാബു നിർവഹിച്ചു. S. ശർമ്മ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VD സതീശൻ MLA, ഡൊമിനിക് പ്രസന്റേഷൻ MLA, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP പൗലോസ്, എൽദോസ്, സാജത്ത് അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു സഹകരണ ബാങ്കിലെങ്കിലും അക്കൗണ്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. പെരിയാറിൽ അറവു മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. വരാപ്പുഴ പാലത്തിന് താഴെ മണ്ണന്തുരത്ത് ഫെറിക്കടുത്താണ് അറവു മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഇവിടെ അറവു മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വരാപ്പുഴ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകർ എത്തി പ്രതിരോധ മരുന്നുകൾ തളിച്ചിരുന്നു. കോഴിയിറച്ചിയുടെ അവശിഷ്ടങ്ങളും ഗാർഹിക മാലിന്യങ്ങളും നിറഞ്ഞ് പെരിയാർ മലിനമായിട്ട് ഏറെ നാളുകളായെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രവർത്തനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും പെരിയാർ നിലനിൽക്കുന്നത്.
തുതിയൂരിൽ ഒരു കുടുംബം രോഗത്തിന്റെ പിടിയിൽ അമർന്നിട്ടും കണ്ണു തുറക്കാത്ത അധികാരവർഗത്തിന്റെ പ്രവൃത്തികൾക്കെതിരെ പ്രതികരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു ഗ്രാമം. അർബുദം കാർന്നു തിന്നുന്ന ഗൃഹനാഥനും നട്ടെല്ലിന് ബലക്ഷയമുള്ള ഭാര്യയും രോഗികളായ 2 പിഞ്ചു കുഞ്ഞുങ്ങളും ആരോരും ആശ്രയമില്ലാതെ ഈ കൊച്ചു വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നു. അയൽവാസികൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വരുത്താതെയുള്ള ഇവരുടെ ജീവിതം കണ്ണീരിന്റേതാണ്. ജനപ്രതിനിധികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാതെ നാട്ടുകാരുടെ ഒരു കൈസഹായം കൊണ്ട് ഇവർക്കെങ്ങനെ ജീവിക്കാനാകും? ഇതൊരു ചോദ്യചിഹ്നമായി ഇവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ വഴിമുട്ടിയത് ഈ ചെറുപ്പക്കാരുടെ ജീവിതമാണ്. തുതിയൂർ കാളച്ചാൽ റോഡിൽ കൊച്ചുതോട്ടത്തിൽ ജോയിയുടെ മകൻ 31 വയസ്സുള്ള ആന്റണിയും കുടുംബവുമാണ് രോഗത്തിന്റെ പടുകുഴിയിൽ ആണ്ടുപോയത്. ഇവരുടെ കഥനകഥ ആരും ഇതേവരെ പുറത്തെത്തിച്ചിട്ടില്ല. അറിഞ്ഞെത്തുന്നവർ ഇവരെ സഹായിക്കാതെ പിന്മാറില്ല. നല്ലൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ആന്റണി വളരെ പെട്ടെന്നാണ് രോഗത്തിന് കീഴടങ്ങിയത്. നാക്കിനുണ്ടായ മുറിവ് കാണിക്കുവാൻ വാഴക്കാലയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചെന്നപ്പോൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ടാണ് ഡോക്ടർ ടെസ്റ്റ് നടത്തുവാൻ വിട്ടത്. ഡോക്ടറുടെ ഊഹം തെറ്റിയില്ല. ആന്റണിക്ക് അർബുദ രോഗം ബാധിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി. അപ്പോഴേക്കും ഇയാൾക്ക് സംസാരിക്കുവാനും വെള്ളമിറക്കുവാനും ബുദ്ധിമുട്ടായി. രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. ആരോ പറഞ്ഞ കുറെ നാൾ ഒറ്റപ്പാലത്തുള്ള ആയുർവേദ കേന്ദ്രത്തിൽ പോയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ എറണാകുളം ജനറൽ ആശുപത്രിയെ ശരണം പ്രാപിച്ചു. കീമോതെറാപ്പിയും അനുബന്ധ ചികിത്സകളുമായി ഇപ്പോൾ മുന്നോട്ടു പോവുകയാണ് ആന്റണി. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാനാകൂ. തൊണ്ടയിൽ മുഴകൾ വളരുന്നതും ഇയാളെ അലട്ടുന്നു. ഓട്ടോ ഓടിച്ച് സന്തോഷമായി കഴിഞ്ഞ നല്ല നാളുകൾ ഓർമ്മിച്ച് രോഗത്താൽ വലയുന്ന ഒരു കുടുംബത്തെ കെട്ടിപ്പിടിച്ചു കഴിയുകയാണ് ഈ പാവം ചെറുപ്പക്കാരൻ. 4 കൊല്ലമായി ആന്റണിയുടെ ഭാര്യ ധന്യക്ക് നട്ടെല്ലിന് ബലക്ഷയം വന്നിട്ട് ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഭർത്താവിന്റെ രോഗം മൂലം തന്റെ രോഗത്തെ തന്നെ ധന്യ മറന്നിരിക്കുകയാണ്. മൂത്ത മകൾ 6 വയസ്സുകാരി അനന്യയ്ക്ക് പിറന്നപ്പോൾ മുതലേ ഓരോ രോഗത്തിനും ചികിത്സിച്ചു. ഇപ്പോൾ കൈകാലിലും സന്ധികളിലും കടുത്ത വേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ എല്ല് വളരുന്ന രോഗമാണെന്ന് പറഞ്ഞു. വേദന കൂടുമ്പോൾ അലറി നിലവിളിക്കുകയും നിലത്ത് കിടന്ന് ഇഴയുകയും തലമുടി വലിച്ചു പറിക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ടു നിൽക്കാനാവാതെ സ്വന്തം വേദനകളെ കുഴിച്ചുമൂടി വിധിയെപ്പോലും ശപിക്കാതെ കഴിയുകയാണ് ഈ ചെറുകുടുംബം. ഇളയകുട്ടി 1 വയസ്സുള്ള ഹെവനെയും ശ്വാസം മുട്ടലും നിരന്തരമുള്ള പനിയും വിടാതെ പിന്തുടർന്നപ്പോൾ ഈ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളകി. തന്റെ കുടുംബത്തിനു പറ്റിയ ദുരന്തത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. അയൽവാസികൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വരുത്താതെയുള്ള ഇവരുടെ ജീവിതം കണ്ണീരിന്റേതാണ്. ഇതിനിടയിലാണ് വെറും 375 രൂപ മാസ വരുമാനം വെച്ച തന്റെ കാർഡ് APL ആണെന്ന വിവരം ആന്റണി അറിയുന്നത്. BPL ആക്കുവാൻ അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആനുകൂല്യവും നിഷേധിക്കപ്പെട്ട ഇയാളെ ഒന്ന് സഹായിക്കുവാൻ പോലും ഭരണകക്ഷിയിൽപ്പെട്ട കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മുന്നോട്ട് വന്നിട്ടില്ല. ഇവർക്കു വേണ്ടി നാട്ടുകാർ കുറെ ശ്രമിച്ചു. എന്നാൽ കളക്ടർ പോലും കൈവിട്ടു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അർഹതയില്ലാത്തവർക്ക് വരെ ആനുകൂല്യം നൽകിയപ്പോൾ ഈ പാവങ്ങളെ എല്ലാവരും മറന്നു. ഇപ്പോൾ കോടികൾ മുടക്കി പട്ടികൾക്ക് കയറി കിടക്കുവാൻ ശീതീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയാൻ ഓടി നടക്കുന്ന നേതാക്കൾ ഇവരെ കണ്ടമട്ടില്ല. എന്നിട്ടും തങ്ങളുടെ കൂട്ടുകാരനും കുടുംബത്തിനും പറ്റിയ ദുർഗതിയിൽ മനം നൊന്ത ഓട്ടോ തൊഴിലാളികൾ ഒരു തുക ശേഖരിച്ച് ഇവരുടെ പേരിൽ ബാങ്കിലിട്ടു. അത് മരുന്നുകൾ വാങ്ങി തീരാറായി. സുമനസ്സുകളുടെ സഹായം തേടുന്ന ആന്റണിക്കും കുടുംബത്തിനും, പ്രത്യേകിച്ചും പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ ഭാവിക്കായി ഒരു കൈ സഹായം അതവർക്ക് ഏറെ ആശ്വാസമേകും. ഓട്ടോക്കാർ ഇവർക്കായി കാക്കനാട് ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 305800028888. ആന്റണി ജോയ്, കൊച്ചുതോട്ടത്തിൽ, തുതിയൂർ എന്ന അക്കൗണ്ടിൽ നിങ്ങളുടെ സഹായം എത്തിക്കുക. എൻ്റെ പേര് ധന്യാൻ്റണി. ഞങ്ങൾ വീട് തുതിയൂര് കാളച്ചാൽ റോട്ടിലാണ്. അപ്പോൾ കുറേ വർഷം ഞങ്ങൾ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 കൊല്ലത്തോളം പുള്ളിക്ക് ക്യാൻസർ തുടങ്ങിയിട്ട് എനിക്കാണെങ്കിലും നട്ടിലിന് ബലമൊന്നുമില്ല. വേറെ ഒരു ജോലിക്കാനൊന്നും പറ്റൂല. കുഞ്ഞുങ്ങളെ വളർത്താനാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കര ഇതാണ്. ഇപ്പോൾ തന്നെ മരുന്ന് റേഡിയേഷനും കീമോയൊക്കെ തുടങ്ങി. ഇപ്പം തൊണ്ടയിൽ പോലും ഇറങ്ങാത്തൊരവസ്ഥയിലാണ് ഭർത്താവിൻ്റെ അവസ്ഥ. വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത രീതിയാണ് കുറച്ച് നാളായിട്ട്. പിന്നെ വേറെ ആരും ഞങ്ങൾക്ക് സഹായത്തിനൊന്നുമില്ല. ആൾക്കാരുടെ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമേ ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ട് പോകുന്നത്. കാക്കനാട് നിലം പതിഞ്ഞ മുകളിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തെ ചില്ലുകൾ പൂർണ്ണമായും ഇടിച്ചു തകർത്തു. ചലക്കാട്ട് പൈലിയുടെ മാരുതി 800ന്റെ ചില്ലുകളാണ് അക്രമികൾ തകർത്തത്. ഞായറാഴ്ച വെളുപ്പിന് 1:30യോടെയാണ് സംഭവം നടന്നതെന്ന് വീട്ടുടമ പൈലി പറഞ്ഞു. മുറ്റത്തെ തെങ്ങിൽ നിന്നും ഇടയ്ക്കിടെ ഉണങ്ങിയ തേങ്ങ ഷീറ്റിന് മുകളിൽ വീഴുന്നതിനാൽ പൈലി ശബ്ദം കേട്ടിട്ട് കാര്യമാക്കിയില്ല. രാവിലെ ഉണർന്നു നോക്കിയപ്പോഴാണ് തന്റെ കാറിന്റെ ചില്ലുകൾ ആരോ തകർത്തതായി കണ്ടത്. കൂടാതെ ഗ്ലാസ് പാര കൊണ്ട് കുത്തിക്കുഴിച്ച നിലയിലുമാണ്. ഇയാൾക്ക് ശത്രുക്കളായി ആരുമില്ല എന്നാണ് പറയുന്നത്. ഗ്ലാസ് ഇടിച്ചു തകർത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന എല്ലാ വീടുകളിലും കാറുകൾ മതിലില്ലാത്ത വീട്ടുമുറ്റത്താണ് ഇട്ടിരിക്കുന്നത്.
ഈ പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതെന്ന് വാർഡ് കൗൺസിലർ MA മോഹനൻ പറഞ്ഞു. ആരെയും ഈ സംഭവത്തിൽ സംശയമില്ല എന്ന് പൈലി പറഞ്ഞു. എന്നാൽ കുറെ നാൾ മുമ്പ് ചുമട്ടുതൊഴിലാളി യൂണിയനിൽപ്പെട്ട പൈലിയെ ഒരാൾ ഭീഷണിപ്പെടുത്തിയതായി അറിവായിട്ടുണ്ട്. തൃക്കാക്കര പോലീസ് കേസെടുത്തു. ഫെലിക്സിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിഞ്ഞു. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹം സഫലമായതിന്റെ ത്രില്ലിലാണിപ്പോൾ. തിരക്ക് പിടിച്ച നഗരത്തിൽ മഴയും വെയിലും കാറ്റും കൊള്ളാതെ ആർക്കും ഇനി ബൈക്ക് ഓടിക്കാം. ഹെൽമറ്റും വേണ്ട. ഒരു ബഹിരാകാശ പേടകത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഇതിന് ഫെലിക്സ് ഇട്ട പേരാണ് 2 വീലർ റൈഡേഴ്സ് ഗാർഡ്. ബൈക്കിൽ ഈ സുരക്ഷാ കവചം എവിടെ ഉറപ്പിക്കുമെന്ന ചിന്തയിൽ 2-3 തവണ ഫെലിക്സ് ഈ പദ്ധതി ഉപേക്ഷിച്ചിരുന്നു. പിന്നീടാണ് ബൈക്കിന്റെ ക്രാഷ് ഗാർഡിലും പിറകിലെ കാരിയറിലുമായി ഇതുറപ്പിക്കാമെന്ന് കണ്ടത്. പോളികാർബണേറ്റ് ഗ്ലാസ് കൊണ്ടാണ് ഇതിന്റെ കവചം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് പൊട്ടുകയുമില്ല. കയറുന്ന വശത്ത് സ്ലൈഡിംഗ് ഡോറും പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ 24 PVC പൈപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. വേഗതയിൽ പോകുമ്പോൾ എയർ ഗ്രിപ്പ് കിട്ടാനും വെയിലടിക്കുമ്പോൾ കവചത്തിനുൾവശത്തെ വായു ചൂടാകാതിരിക്കാനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഹെൽമറ്റിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചും വെയിലത്തും മഴയത്തും ബൈക്ക് യാത്രികർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും മനസ്സിലാക്കിയിട്ടാണ് ഫെലിക്സ് പുതിയ ഉപകരണത്തിന് രൂപകൽപ്പന ചെയ്തത്. മനസ്സിലിട്ട് താലോലിച്ച് ഇത് പൂർത്തിയാക്കുവാൻ 2.5 വർഷമെടുത്തു. സ്വന്തം കാവസാക്കി ബൈക്കിലാണിത് ഫിറ്റ് ചെയ്തത്. കൊച്ചി നഗരം മുഴുവൻ ഫെലിക്സ് കഴിഞ്ഞ ദിവസം ട്രയൽ റൺ നടത്തിയിരുന്നു. ബൈക്കിന്റെ ഹാൻഡിൽ തിരിക്കുമ്പോൾ എങ്ങനെയാണത് ഉറപ്പിക്കും എന്ന ചിന്ത ഇതിന്റെ പണി തുടങ്ങും മുമ്പ് ഫെലിക്സിനെ അലട്ടിയിരുന്നു. കൂടാതെ ഹെൽമറ്റിലെ എല്ലാ ഘടകങ്ങളും സ്പോഞ്ച്, തെർമോകോൾ, കുഷ്യൻ എന്നിവയെല്ലാം ഇതിലുണ്ട്. ഈ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ ഫെലിക്സിന് 55,000 രൂപ ചെലവ് വന്നു. വ്യാപാരാടിസ്ഥാനത്തിൽ നിർമ്മിക്കുമ്പോൾ 14 കിലോ ഭാരമുള്ള ഇതിന്റെ ഭാരവും കുറയും. വില 8,000 രൂപയായി കുറയുകയും ചെയ്യുമെന്ന് ഫെലിക്സ് പറഞ്ഞു. കട്ടപ്പന സ്വദേശിയായ ഫെലിക്സ് കാക്കനാടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ കുരുമുളക് മെതിക്കുന്ന യന്ത്രം കണ്ടുപിടിച്ച് വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയിരുന്നു. കൂടാതെ എറണാകുളം ജില്ലയിലെ മുഴുവൻ ടെലിഫോൺ നമ്പറുകളും സ്ഥാപനങ്ങളിലെത്തേണ്ട മാർഗം സഹിതമുള്ള ടെലിഫോൺ ഡയറക്ടറി ഗ്രീൻ ചാനൽ എന്ന പേരിൽ പുറത്തിറക്കി. പ്രവചനങ്ങൾക്കുമപ്പുറത്തേക്ക് ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം എത്തിക്കഴിഞ്ഞുവെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ പറഞ്ഞു. ബ്രസീൽ പോലും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ജർമ്മനിയും ഹോളണ്ടും നന്നായി കളിച്ചു. എന്നാൽ ഇന്ത്യക്ക് യൂറോപ്യൻ ശൈലിയിൽ എത്തുവാൻ ഏറെ ദൂരം താണ്ടേണ്ടിയിരിക്കുന്നുവെന്നും ഫുട്ബോളർ ജോപോൾ അഞ്ചേരി പറഞ്ഞു. തൃക്കാക്കര ശ്രീനാരായണ UP സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതായിരുന്നു ഇരുവരും. കൊളംബിയയും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 മാസത്തെ പരിശീലനം കൊണ്ട് കേരള ടീമിന് ഒന്നും നേടാനാവില്ല. എന്നാൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ വരവോടെ കേരളത്തിൽ ഫുട്ബോളിന് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്നും ഇരുവരും പറഞ്ഞു. ബ്രസീലിന്റെയും ജർമ്മനിയുടെയും അർജന്റീനയുടെയും ജേഴ്സി അണിഞ്ഞ കുട്ടികൾക്ക് പന്ത് തട്ടിയിട്ട് കൊടുത്താണ് ഇരുവരും സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത്. യോഗത്തിൽ സ്കൂൾ മാനേജർ സുനിൽ KRS അധ്യക്ഷത വഹിച്ചു. മുൻ മാനേജർ മാധവൻ, ശാഖായോഗം സെക്രട്ടറി മോഹനൻ, ഹെഡ് മിസ്സസ് ജയശ്രീ, PTA പ്രസിഡന്റ് സജിമോൻ, മദർ PTA പ്രസിഡന്റ് മഞ്ജുള സജീവൻ, കൗൺസിലർ ലിസി കാർത്തികേയൻ, അനുമോഹൻ, പ്രീതി മോൾ, സ്മിത ഗോപിനാഥ്, ശാഖായോഗം ഭാരവാഹികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളാണ്, എന്റെ സ്കൂളാണ്. വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ വരാനും നല്ലവരായ കുട്ടികളെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് വളരെ സന്തോഷമുണ്ട്. ഈ സ്പോർട്സ് ക്ലബ്ബ്, സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. കുട്ടികളെ മാത്രം നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല, അവരെ എങ്ങനെ സ്പോർട്സിലൂടെ നമുക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത് സ്കൂളിനെ കൂടി ഒരു കടമയാണ്. അതെന്തായാലും നടത്തണം. വരും വർഷങ്ങളിൽ ഈ സ്കൂളിൽ നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ജൂനിയർ ടീം വരുമ്പോൾ അതിലൊരു കുട്ടി ഉണ്ടായിരിക്കണം. ഇന്ത്യൻ ടീമിലോ കേരള ടീമിലോ. വെറും 7ാം ക്ലാസ്സുകാരനായ ഷിജിയുടെ കരവിരുത് പ്രദർശന സ്ഥലങ്ങളിൽ കൗതുകമുണർത്തുന്നു. അത്താണി കോയിക്കൽ വീട്ടിൽ ഗോവിന്ദന്റെ മകനായ 31 വയസ്സുള്ള ഷിജിക്ക് കുട്ടിക്കാലം മുതലേ കളിപ്പാട്ടങ്ങളോട് ഏറെ ഇഷ്ടമായിരുന്നു. ബേസ്ബോർഡും ഫെവിക്കോളും കത്രികയും ആക്സോ ബ്ലേഡും മാത്രം മതി ഏത് രൂപവും ഉണ്ടാക്കുവാൻ. ദൈവത്തിന്റെ ഒരു വികൃതി എന്ന് വേണം പറയാൻ. കുട്ടിയായിരിക്കുമ്പോൾ ഷിജി എന്ന ബാലന് പനിയിലൂടെ വന്ന കൈകാൽ വിറയലും ശന്നിയും ബോധംകെടലുമെല്ലാം ഇപ്പോഴും പിന്തുടരുകയാണ്. കൈകൾ പോകുന്നിടത്തേക്ക് കാലുകൾ നീങ്ങില്ല, കാലുകൾ നീങ്ങുമ്പോൾ ശരീരം മറ്റൊരിടത്തേക്ക്. ഇതാണ് ഷിജിയുടെ പ്രകടമായ രോഗം. നിരവധി ചികിത്സ നടത്തി ഫലമില്ല. ഇപ്പോൾ കളിപ്പാട്ട നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധ. ചെറുപ്പത്തിലെ തന്നെ രോഗിയായ സ്കൂളിൽ പോകാൻ മടിയുള്ള ഷിജി എങ്ങനെ ആർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കൂറ്റൻ മാതൃകകൾ ഉണ്ടാക്കുന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ അത്ഭുതപ്പെടുന്നു. അച്ഛനും ചേട്ടന്മാരായ ഷാജി, ബാലൻ എന്നിവരുമാണ് ഈ വിദ്യ ഷിജിയെ പഠിപ്പിച്ചത്. വെറും 300 രൂപ ചെലവിട്ട് എത്ര വലിയ ടിപ്പറും കാറും ബസ്സും വിമാനവുമെല്ലാം ബേസ്ബോർഡ് കൊണ്ട് നിർമ്മിക്കും. ഇടയ്ക്കിടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം ഷിജിയെ തളർത്തില്ല. വാഹനങ്ങളുടെ ടയർ വരെ ബേസ്ബോർഡ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ടയറിന്റെ രൂപത്തിൽ കട്ടിയിൽ ബേസ്ബോർഡ് വെട്ടിയെടുത്താണ് ഫെവിക്കോൾ കട്ടിയിൽ തേച്ച് ഒറിജിനൽ ടയറിനെ വെല്ലുന്ന തരത്തിൽ നിർമ്മിക്കുന്നത്. നല്ലൊരു മെക്കാനിക് കൂടിയായ ഷിജിക്ക് ഏത് മോഡൽ ഉണ്ടാക്കുവാനും നിമിഷങ്ങൾ മതി. അത്യാധുനിക
ആധുനിക രീതിയിലുള്ള വിമാനവും പഴയ തറവാടിന്റെ മനോഹര മോഡലും ഹിറ്റാച്ചി എയർകൂൾ ബസ് പൊക്ലൈൻ ഹെലികോപ്റ്റർ എല്ലാം തന്നെ ഷിജിക്ക് വഴങ്ങും. ഡോറും ബോണറ്റും എല്ലാം തന്നെ തുറക്കാവുന്നതാണ്. ചിലപ്പോൾ മാസങ്ങളോളം മെനക്കെട്ടാണ് ഷിജി ഓരോ വലിയ കൗതുക വസ്തുക്കളും നിർമ്മിക്കുന്നത്. ഷിജി നിർമ്മിച്ച എല്ലാ വാഹനങ്ങൾക്കും ചലനശേഷിയുള്ളവയാണ്. മെട്രോ ട്രെയിനിന്റെ ഏറ്റവും പുതിയ മോഡലിന്റെ പണിപ്പുരയിലാണിപ്പോൾ ഷിജി. 100 പേർക്ക് ഇരിക്കാവുന്ന ഒറ്റ ബോഗിയുള്ള ട്രെയിനാണ് ലക്ഷ്യം. ഓട്ടോമാറ്റിക് ഡോർ ഉൾപ്പെടെയുള്ള ഫിറ്റിംഗ്സ് ആണിതിൽ ഉള്ളത്. ഇംഗ്ലീഷ് അക്ഷരമായ എ ഉപയോഗിച്ച് ഫ്ളാറ്റ് നിർമ്മിക്കാനും ഷിജി തുടക്കം കുറിച്ചിട്ടുണ്ട്. ഷിജിക്ക് ഏതെങ്കിലും കളിപ്പാട്ടം നിർമ്മിക്കുന്ന കമ്പനിയിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. 3 മാസം മുമ്പ് ഷിജിയുടെ വിവാഹം കഴിഞ്ഞു. ആലുവ സ്വദേശിനി ധന്യയാണ് ഭാര്യ. ഇനി കുടുംബം നോക്കണം. രോഗമാണെന്ന് കരുതി അടങ്ങിയിരിക്കാൻ ഷിജിയെ കിട്ടില്ല. അതാണ് ഷിജി ടച്ച്. കാക്കനാട്ട് സ്വകാര്യ വ്യക്തി തോടിനോട് ചേർന്ന പുതുമരം പട്ടാപ്പകൽ വെട്ടിക്കടത്തുവാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു. ലോറിയും കൊണ്ട് ഡ്രൈവർ കടന്നുകളഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. പൊയ്കച്ചിറയിൽ നിന്നും ചിത്രപ്പുഴയിലേക്ക് ഒഴുകുന്ന തോടിന്റെ താണപ്പാട റോഡിലെ കലിങ്ങിന് സമീപമാണ് കയ്യേറ്റം നടന്നത്. ഇവിടെ തൃക്കാക്കര നഗരസഭ കെട്ടിയിരുന്ന സംരക്ഷണ ഭിത്തി ഇടിച്ചു കളഞ്ഞത് നാട്ടുകാർ തടഞ്ഞിരുന്നു. 7 മീറ്റർ വീതി ഉണ്ടായിരുന്ന തോടിന് ഇപ്പോൾ വീതി 4 മീറ്ററേ ഉള്ളൂ. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. BJP ഇവിടെ കൊടിനാട്ടി. വിവരമറിഞ്ഞെത്തിയ നഗരസഭാ ചെയർമാൻ ഷാജി വാഴക്കാല, സെക്രട്ടറി ഡി ഷാജു, കൗൺസിലർ ബിനി സുനിൽകുമാർ, കയ്യേറ്റം തടഞ്ഞ BJP തൃക്കാക്കര നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അജയ് കുമാർ, സുരേഷ്, MT സതീഷ് എന്നിവർ നടത്തിയ ചർച്ചയെ തുടർന്ന് പോലീസിൽ പരാതി നൽകുവാൻ തീരുമാനിച്ചു. ബ്രസീലിന്റെ ഫുട്ബോൾ പ്രണയം വിളിച്ചറിയിക്കുന്ന 1 മിനിറ്റ് സിനിമ യൂട്യൂബിൽ സൂപ്പർ ഹിറ്റ്. ആലുവ തോട്ടുമുഖം സ്വദേശി ഇബ്രാഹിം ബാദുഷയാണ് അനിമേഷൻ സിനിമയുടെ ആശയവും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് യൂട്യൂബിൽ സിനിമ കണ്ടത് 2000-ലേറെ പേരാണ്. ദാരിദ്ര്യത്തിനിടയിലും പണം കണ്ടെത്തി ലോകകപ്പ് ഫുട്ബോളിന് വേദിയൊരുക്കിയ ബ്രസീലിന്റെ ഫുട്ബോൾ പ്രണയമാണ് സിനിമയ്ക്ക് ആധാരം. ഭക്ഷണം വേണോ ഫുട്ബോൾ വേണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ബ്രസീലിയൻ ജനതയുടെ മറുപടി ഫുട്ബോൾ എന്നായിരിക്കുമെന്നും സംവിധായകൻ പറയുന്നു. ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്തേക്ക് ഫുട്ബോൾ ഉരുണ്ടെത്തുമ്പോൾ പിന്നാലെ പായുന്ന ബ്രസീലിയൻ ജനതയാണ് സിനിമയിൽ ഫുട്ബോൾ റിതം ഓഫ് ലൈഫ് എന്നാണ് സിനിമയുടെ പേര്. FIFA 1 മിനിറ്റ് മൂവി എന്ന് യൂട്യൂബിൽ അടിച്ചാൽ സിനിമ കാണാം. കഴിഞ്ഞ ദിവസം നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയൻ സിനിമയുടെ CD പ്രകാശനം നിർവഹിച്ചു. ഷാജിയെ ജോൺ നിർമ്മിച്ച സിനിമയുടെ ആനിമേറ്റർ M മനോജ് കുമാറാണ്. സംവിധായകൻ ഇബ്രാഹിം ബാദുഷയുടെ 2ാമത്തെ ഷോർട്ട് ഫിലിമാണിത്. നേരത്തെ പരിസ്ഥിതി സംബന്ധമായ സിനിമ ചെയ്തിട്ടുണ്ട്. ലഹരി വിരുദ്ധ ഷോർട്ട് ഫിലിമാണ് അടുത്ത ലക്ഷ്യം. ലോകമൊത്തം ഫുട്ബോളിന്റെ കാര്യത്തിൽ ഭക്ഷണമാണോ അല്ലെങ്കിൽ ബോളാണോ ബ്രസീലിയൻ ആൾക്കാർക്ക് പ്രാധാന്യമുള്ളതിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. കാരണം വളരെ ദരിദ്രമായ ഒരു നാടാണ് ബ്രസീൽ. പക്ഷെ അവിടെ ഫുട്ബോൾ വേണം വരുമ്പോൾ അതിന്റെ ഒരു പ്രസക്തി എന്താണ്? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിനോടാണ് ഫുട്ബോൾ വേണം കൂടുന്നതെന്ന് മനസ്സിലാക്കാറുണ്ട്. ചെറിയ ഷോർട്ട് ആനിമേഷൻ 1 മിനിറ്റ് മൂവിയാണ് ഫുട്ബോൾ. അതിന്റെ പേരിൽ തന്നെ മൊത്തം ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. ഫുഡ് പ്ലസ് ബോൾ, ഫുഡും ബോളും. അതായത് പക്ഷേ ബ്രസീലിയൻ ആളുകളുടെ അരം എന്നുള്ളത് ഫുട്ബോൾ എന്നുള്ളതാണ് ഇത് മൊത്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. ആലുവ KSRTC സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഗ്യാരേജിന്റെ ചുറ്റുമതിലുകൾ തകർന്നു കിടക്കുന്നത് പ്രശ്നമാകുന്നു. തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നും എളുപ്പം കടക്കാവുന്ന ഗ്യാരേജിലെ വിലപിടിപ്പുള്ള സ്പെയർ പാർട്സുകൾക്കും മറ്റും യാതൊരു സുരക്ഷിതത്വവുമില്ല. ആലുവ KSRTC ബസ് സ്റ്റാൻഡിനോട് തൊട്ടടുത്തുള്ള ഗ്യാരേജിന്റെ ചുറ്റുമുതൽ പല ഭാഗത്തും തകർന്നു നിലമ്പൊത്തിയിട്ട് നാളുകളായി. ബസ്സുകളുടെ വിലയേറിയ സ്പെയർ പാർട്സുകൾ അഴിച്ചുവെച്ച് റിപ്പയറിംഗും സർവീസിംഗും മറ്റും നടത്തുമ്പോൾ രാത്രികാലങ്ങളിൽ കവർച്ചക്കാർക്ക് ഏതു വഴിയിലൂടെയും എളുപ്പം കയറിയിറങ്ങാനാവുന്നത് കൊണ്ട് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമല്ല. ഗവൺമെന്റ് ആശുപത്രി വളപ്പ് ഉയർന്ന സ്ഥലമാണ്. അവിടെ നിന്നും പൊളിഞ്ഞ മതിൽ ഭാഗത്തുകൂടി വലിച്ചെറിയുന്ന ഉപയോഗിച്ച സിറിഞ്ചുകളും കാലാവധി കഴിഞ്ഞ മരുന്നുകളും മറ്റു മാലിന്യങ്ങളും വന്നു വീഴുന്നത് ഗ്യാരേജിന്റെ മതിലിനടുത്തുള്ള കിണറിലേക്കാണ്. നിരവധി വാഹനങ്ങളും
സന്ദർശകരും ആശുപത്രി കോമ്പൗണ്ടിൽ മതിലിനരികിൽ ഉണ്ടാകാറുണ്ട്. ഇടിഞ്ഞ ഭാഗത്തുകൂടി താഴെയുള്ള കിണറിലേക്ക് വീഴുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്യന്തം സുരക്ഷതയോടെ പരിപാലിക്കേണ്ട ഗ്യാരേജും ആശുപത്രി പരിസരവും സാമൂഹ്യ വിരുദ്ധർക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ള സൗകര്യമായിരിക്കുന്നത് ആശങ്കാജനകമാണ്. നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറയാനുള്ള KSRTCയുടെ വിലപിടിപ്പുള്ള എഞ്ചിൻ ഭാഗങ്ങളും നഷ്ടപ്പെടാതിരിക്കുവാനുള്ള മുൻകരുതലെടുക്കുവാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ കാക്കനാട് DYFI പ്രവർത്തകർ DLF ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിയുടെ സർക്കാർ ഭൂമി കയ്യേറ്റത്തിനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. വിദേശത്ത് നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്നായി 1 കിലോ 81 ഗ്രാം സ്വർണം പിടികൂടി. ആലുവ ബാങ്ക് കവലയിലെ കടത്തുകടവ് സാമൂഹ്യ വിരുദ്ധരുടെ വികാര കേന്ദ്രമായി മാറുന്നതായി പരാതി. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് നഗരസഭാ കൗൺസിലർ. ആലുവ KMK ഹോസ്പിറ്റലിന് മുന്നിലുള്ള റോഡിൽ ടൈൽ തിരിച്ച് ഉയർത്തിയതിനെതിരെ DYFI രംഗത്ത്. സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി പൊതുമരാമത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ആരോപണം. വരാപ്പുഴ പഞ്ചായത്തിന്റെ മണ്ണന്തുരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് തീരദേശ പരിപാലന നിയമം ലംഘിച്ച് പണിതതാണെന്ന ആരോപണം ഉയരുന്നു.